ഷാനവാസ് പോങ്ങനാട് എഴുതിയ ഗന്ധയാമിനി എന്ന നോവൽ പ്രകാശിപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി കൺവീനറും പ്രശസ്ത നോവലിസ്റ്റുമായ കെ.പി. രാമനുണ്ണിയാണ് പുസ്തകം പ്രകാശിപ്പിച്ചത്. നമുക്ക് ആകർഷണം ഉണ്ടാക്കുന്നത്. ഈ വ്യത്യസ്തത ആകർഷണം ഉണ്ടാക്കുന്നതാണ് മനുഷ്യന്റെ സഹജമായിട്ടുള്ള സ്വഭാവം. അതാണല്ലോ പെണ്ണിനോട് ആകർഷണം ഉണ്ടാകുന്നത്. വ്യത്യസ്തതയാണ്. ഒരേമാതിരിയാണ് ഈ ആകർഷണം ഉണ്ടാവില്ല. അപ്പൊ ഈ വ്യത്യസ്തതകളെല്ലാം ശത്രുതയോടുകൂടി കാണുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു വികാരമാണ്. അതാണ് ഫാസിസം. ഈ നോവലിന്റെ തീം അതാണ്. ഇതിന്റെ കർട്ടൻ റേസിംഗ് നടക്കുന്നതിന്റെ ഗോദ്രയിലത്തെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ കൂടെ ഷാനവാസ് ഇന്ത്യയുടെ ഒരു പ്രശ്നം മാത്രമല്ല, ഇവിടെ ഈ ഫാസിസം വർഗീയതയായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ലോകത്തെല്ലാം തന്നെ വ്യത്യസ്തതകളോടുള്ള ശത്രുതയായിട്ട് ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം നേരിടുന്നൊരു മഹാമാരിയെ, ആ മഹാമാരി കൊണ്ട് ഈ വംശം തന്നെ ഒടുങ്ങാവുന്ന ഒരു മഹാമാരിയെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പരിചരിക്കുന്ന ഒരു നോവലാണ്. ഗോദ്രയിലത്തെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു നോവൽ അങ്ങ് എഴുതിയിരിക്കില്ല. അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള അന്തർധാരകൾ കൂടി ഉണ്ട് എന്ന് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗവും കവിയുമായ ഡോക്ടർ സാബു കോട്ടുകൽ പുസ്തകം ഏറ്റുവാങ്ങി. ഈ നോവൽ ആത്യന്തികമായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാൻ ഷാനവാസ് നമ്മളോടൊരു പ്രസംഗം നടത്തുന്നതിനും ഒരു ലേഖനം എഴുതുന്നതിനും പകരമാണ്. അദ്ദേഹം ഒരു നോവലിന്റെ ആകർഷകമായ ബ്രെയിനിനുള്ളിൽ അതിനകത്ത് പ്രണയം, ഈ ഗന്ധയാമിനി എന്നുള്ള ആ പേര് നമ്മളെ പെട്ടെന്ന് അതിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അതിനകത്ത് പ്രണയമുണ്ട്, രതിയുണ്ട്, വിദ്വേഷമുണ്ട്. സ്നേഹമുള്ളിടത്ത് വിദ്വേഷമുണ്ടാകും. അത് അപകടകരമാകുന്ന സ്ഥലത്ത് ഉള്ള പീഡിതാവസ്ഥയിൽ ഇതെല്ലാം നമ്മളോട് പറയുന്നത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഫിക്ഷന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ ചില മൂല്യങ്ങൾ ചേർത്ത് പിടിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം മൂല്യങ്ങളാണ് ഈ നോവലിനെ ആകർഷകമാക്കുന്നത്. എന്നെ പോലെ ഒരു വായനക്കാരനെ ആകർഷകമാക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്തും നിരൂപകനുമായ ഡോക്ടർ എം രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. വലിയ ഒരു പ്രത്യേകത ഈ നോവലിലെ ഈ സംതൃപ്തമായ കുടുംബം ബന്ധങ്ങളല്ല, അത് സംതൃപ്തമാക്കി എടുക്കുകയാണ്. എല്ലാ ജീവിതങ്ങളിലും വിരഹത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ, വേർപാടിന്റെ ഒരു അംശം കാണാം എല്ലാ കഥാപാത്രങ്ങളും. അതിൽ തന്നെ കഥാപാത്രം പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നത് ഈ സുജാതയുടെ മനഃപൂർവ്വം വേറൊരു കാട്ടിയാതിനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. അപ്പൊ അവൻ മരിക്കുന്നതാണ്. പാറയെന്ന് കരുതി പാറയുടെ മുകളിൽ മൂത്രം ഒഴിക്കുമ്പോൾ അത് ആനയുടെ പുറത്തായി. അങ്ങനെയാണ് ആന ഉമ്മിക്കൊഴിണ്ട് വാരിയെടുത്ത് അവനെ താഴെ ചതയ്ക്കുന്നത്. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. ഈ ഓരോ സംഭവങ്ങളും നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത രീതിയിലാണ് ഇതിൽ ആവശ്യം. അതിലെല്ലാം മരണം, ദുരന്തം എന്ന് പറയുന്നത് കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ ഈ ഗന്ധയാമിനി എന്ന് പറഞ്ഞപ്പോ ഞാൻ കണങ്ങുന്ന ഗന്ധം എന്ന് പറയുന്നത് സുഗന്ധം മാത്രമല്ലല്ലോ. നമുക്കിഷ്ടപ്പെട്ട അരുചിയുള്ള ഗന്ധമാകാം. മനുഷ്യന്റെ ഗന്ധമുണ്ട് ഇതിനകത്ത്. ഗന്ധയാമിനിക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടെ നമുക്ക് കൊടുക്കാം. മനുഷ്യഗന്ധത്തിന്റെ രാത്രിയാണ്. രാത്രി എന്ന് പറയുന്നത് എപ്പോഴും ഭാഗികമായ സത്യങ്ങൾ അടങ്ങിയതാണ് രാത്രി. പൂർണ്ണ സത്യങ്ങൾ പകലാണ്. രാത്രി എന്ന് പറയുന്നതിൽ തന്നെയുണ്ട്. അതുമാകാം അങ്ങനെയാണെങ്കിൽ. ഇനിയും അടുത്ത കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ നോവൽ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഈ നോവലിന് മലയാള സാഹിത്യത്തിലുള്ള സ്ഥാനം എന്താ? ഇത് വ്യവസ്ഥാപിതമായ ഒരു നോവൽ സാഹിത്യ ശാഖയുടെ ഒടുവിലത്തെ കണ്ണിയായിട്ട് ഞാൻ എടുക്കും. എഴുത്തുകാരൻ പ്രദീപ് പനങ്ങാട് ആശംസാ പ്രസംഗം നടത്തി. ഷാനവാസിന്റെ ഈ കൃതികളിലൊക്കെ തന്നെ ഈ ചരിത്രത്തിന്റെ നിഴലും വിളിച്ചും നിലനിൽക്കുന്നു. ഈ പുസ്തകത്തിൽ പോലും ആ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ധാരയാണ്. കാരണം ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത്, ഗുജറാത്തിലെ വംശഹത്യ എന്ന് പറയുന്നതൊക്കെ നമുക്ക് വളരെ പരിചിതമായ, നമുക്ക് സമീപകാലത്തുണ്ടായ അനുഭവങ്ങളാണ്. അത് പലതരത്തിൽ മനുഷ്യ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും തെരഞ്ഞെടുപ്പിനെയും ഒക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. അതിന്റെ തുടർച്ചയായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ഇപ്പോഴും നാം അനുഭവിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ നാം നേരിട്ട നാം കണ്ട ഒരു യാഥാർത്ഥ്യത്തെയാണ് ഷാനവാസ് ഈ നോവലിലൂടെ അവതരിപ്പിച്ചത്. അതിനകത്ത് ഉൾച്ചേർന്ന അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ച, അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച മനുഷ്യരുടെ ആത്മീയമായും ഭൗതികവുമായും ജീവിതത്തെ ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അവർ നേരിട്ട പ്രതിസന്ധികളും അവർ നേരിട്ട പ്രശ്നങ്ങളും അവതരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്
ഉണ്ടായ അപ്രതീക്ഷിതമായ പരിണാമങ്ങളും അപ്രതീക്ഷിതമായ ചലനങ്ങളും ഇതിലുണ്ട്. അതുപോലെ കേരളത്തിലെ ബ്യൂറോക്രസിയെ കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ ഒരു അവലോകനത്തിലുണ്ട്. കാരണം ഒരാൾക്ക് ജോലി കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലും മറ്റ് സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങേണ്ടി വരുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ, അത് നാം എങ്ങനെ സമൂഹത്തിൽ വ്യക്തികളിലേക്ക് അതിങ്ങനെ പടർന്നിരിക്കുന്നു, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അതിനോടുള്ള ഒരു നിരാസക്തി, ഇതൊക്കെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ. കവി NS സുമേഷ് കൃഷ്ണൻ സ്വാഗതവും ശ്രീ ഷാനവാസ് പോങ്ങനാട് നന്ദിയും പറഞ്ഞു. ഗന്ധയാമിനി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അപ്പൊ എന്റെ പരിമിതമായ അറിവിൽ സുഗന്ധമുള്ള രാത്രി എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ എഴുത്തുകാരന് എപ്പോഴും ഈ സുഗന്ധപൂരിതമോ അല്ലെങ്കിൽ സുഷുപ്തി നിറഞ്ഞതോ ആയ രാത്രികൾ ഉണ്ടാകാതിരിക്കുന്നതാണ് എഴുത്തുകാരന്റെ ഭാവിക്ക് നല്ലതെന്നാണ് പറയാറ്. നിദ്രാവിഹീനമായ രാത്രികളാണ് പുതിയ എഴുത്തിനെ, പുതിയ ചിന്തയെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതെന്നാണ് പൊതുവിൽ കേട്ടിട്ടുള്ളത്. ഗന്ധയാമിനി എന്ന് ഞാൻ ഈ പേര് തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. സത്യമാണ്. ഗന്ധയാമിനിക്ക് ഞാൻ എന്ത് ഗന്ധയാമിനി എന്ന് പേരിട്ടു എന്ന് ഞാൻ പറയണമല്ലോ. ഗന്ധം നേരത്തെ പറഞ്ഞതുപോലെ യാമിനിയോട് എനിക്ക് അല്ലെങ്കിലും നേരത്തെ സ്നേഹമാണ്. പല യാമിനിമാരും. അപ്പൊ കവിയൊക്കെ ഇരിക്കുന്നു, പര്യായങ്ങൾ പലതുണ്ട്. യാമിനിയോട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ ഗന്ധം കൂടെ വരുമ്പോ അതിന് ഗോദ്ര സംഭവത്തിലെ പച്ചമാംസം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധമാകാം, സുധീശനും രഞ്ജിനിയുമായിട്ടുള്ള പ്രണയത്തിന്റെ സുഗന്ധമാകാം. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഞാൻ ഗന്ധയാമിനി എന്ന് പേരിട്ടു എന്ന് മാത്രമാണ്. മെലിൻഡ ബുക്സ് ആണ് പ്രസാധകർ.